കണ്ണൻ നായർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കണ്ണൻ, സൈദ്ധാന്തിക പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്ത വ്യക്തിയായിരുന്നില്ല VS. പക്ഷെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ഇത് തന്നെയല്ലേ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ഇതിനല്ലേ പരിഹാരം വേണ്ടത് എന്ന് ഉറക്കെ ഉറക്കെ ചോദിക്കുന്ന പ്രസംഗങ്ങളായിരുന്നു അല്ലേ? നയങ്ങൾ തമ്മിൽ തല്ലിച്ചിട്ട് സർക്കാരിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം തട്ടിയെടുക്കുക എന്നുള്ളതാണ് അവർക്ക് ഉദ്ദേശം. കണ്ണൻ നായർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കണ്ണൻ, പറയൂ. ആലപ്പുഴയിൽ നിന്നുള്ള മുൻ MLA മാരിഫ് നമ്മോടൊപ്പം ഉണ്ട്. ചെറുപ്പകാലം തൊട്ട് തന്നെ SFI വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ VSന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ അറിഞ്ഞാണ്. എന്താണ് അക്കാലത്തിൽ ഓർമ്മ? യഥാർത്ഥത്തിൽ VS ഞങ്ങളുടെ എല്ലാം നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സമൂഹത്തിന് എന്ന പോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം VS എന്നും ഒരു ആവേശമാണ്. പുന്നപ്രവേല സമരത്തിൻ്റെ പഴയ കഥകൾ പറയാൻ ഇനി ആരുണ്ട്? VSന്റെ ഈ പ്രസംഗത്തിൻ്റെ ഈ ശൈലി ഉണ്ടല്ലോ, നീട്ടലും കുറുക്കലും വെങ്ങിയോ വാങ്ങിയോ ഒക്കെ, അതെങ്ങനെ സംഭവിച്ചുവെന്ന് ഞാൻ 30 വർഷം മുമ്പ് കലാകൗമുദി വാരികയിൽ ആർട്ടിക്കിൾ എഴുതി. VS കർഷകത്തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അരനൂറ്റാണ്ടത്തെ ചരിത്രം. അത് വായിച്ച് കേട്ടിട്ട് VSന് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കുട്ടനാട്ടിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ചെന്നപ്പോൾ ഓടി ഒളിച്ച തൊഴിലാളിയെ ആകർഷിക്കാൻ വേണ്ടി തുടങ്ങി വെച്ച ശൈലികളും ശീലങ്ങളുമാണ് VSനെ വിടാതെ പിന്തുടരുന്നത് എന്നാണ് ഞാൻ ആർട്ടിക്കിൾ എഴുതി. പുള്ളിക്കത് വളരെ വളരെ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, ചിന്ത വാരികയിലും പ്രസിദ്ധീകരിക്കണം, അത് കർഷകത്തൊഴിലാളി മാസികയിലും പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞ് VS മുഖ്യമന്ത്രി ആയിരിക്കും വലിയൊരു വിവാദം ഉണ്ടായി. അതായത് സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ മേജറിൻ്റെ വീട്ടിൽ പോകാൻ വൈകിയതിനെ ചൊല്ലി അന്ന് VS ചോദിച്ച്, അത് സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ വീടായിട്ടല്ലേ പോയത്, അല്ലെങ്കിൽ ഏത് പട്ടി പോകുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ആർട്ടിക്കിൾ എഴുതി. അതായത് മനുഷ്യൻ നിത്യജീവിതത്തിൽ വർത്തമാനം പറയുമ്പോൾ ഒരു 10 തവണയെങ്കിലും പട്ടിയെ കൂട്ടുപിടിച്ച് വർത്തമാനം പറയും. അതായത് അവിടെ പോയിട്ടൊരു പട്ടിയും കണ്ടില്ല, പട്ടിക്ക് പുതിയ തേങ്ങ കിട്ടിയ കൂടെ ഇരിക്കേണ്ടിടത്ത് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറിയിരിക്കും ഇങ്ങനെ. പക്ഷേ വിവാദം വന്നപ്പോൾ പട്ടിയെ കൈവിട്ട മനുഷ്യൻ നന്ദിയില്ലാത്തവനാണെന്നാണ് എഴുതിയ ആർട്ടിക്കിളും. അത് പുള്ളിക്ക് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ചേംബർ വിളിച്ചു, നന്നായി, വളരെ കുറുക്കി കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ജീവിതത്തിൽ 3 തവണ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹമാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. 19 ഓർക്കുന്നുണ്ടാവും. 19 ഇവിടെ മാത്രമേ വന്നുള്ളൂ. 20 പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമേ VS വന്നുള്ളൂ, അതവിടെ ആലപ്പുഴ മാത്രം. അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധം അവിടെ തന്നെ അന്ന് 15 മിനിറ്റോളം എന്നെക്കുറിച്ചാണ് പ്രസംഗിച്ചത് വ്യക്തിപരമായി. അങ്ങനെ സാധാരണ VSക്ക് മുമ്പ് പ്രസംഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല. VSന്റെ വേർപാട് സമൂഹത്തിനും നമുക്ക് എല്ലാവർക്കും വലിയ നഷ്ടം. കൃഷ്ണപിള്ള കണ്ടെത്തിയ 2 അക്ഷരം VS എന്ന് പറയുന്ന ഒരു ഇത് അന്ന് അച്യുതാനന്ദനായിരുന്നു. പിന്നീട് ആ VSലേക്ക് മാറുന്നു. പിന്നെ അത് ഒരു എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അവസ്ഥ അനുഭവിക്കുന്ന ആൾക്കാരുടെയും പ്രശ്നത്തെ പരിഹാരമായി ആ 2 അക്ഷരം മാറുകയായിരുന്നു. തീർച്ചയായും ആർക്കും കടന്നു നിന്ന് പറയാം, കേൾക്കും, കേട്ടാൽ പരിഹാരം ഉണ്ടാവും, എല്ലാത്തിനും മറുപടി ഉണ്ടാവും. VSന്റെ ഞാൻ ചെമ്മനാട് ഒരു ബസ് കത്തി 10-35 പേര് മരിച്ചു. എല്ലാവരും ഇങ്ങനെ, ഞാനന്ന് കൂടെയുണ്ട്. ഈ മനുഷ്യനിങ്ങനെ വിറകുള്ളി പോലെ ഇങ്ങനെ കിടക്കുക, ആരാരും തിരിച്ചെടുക്കും. അതിൻ്റെ നടുക്കൂടെ നമുക്കൊന്നും സഞ്ചരിക്കാനൊരു ധൈര്യം വരുന്നു. പക്ഷേ VS അതിൻ്റെ നടുക്കൂടെ സഞ്ചരിച്ച് ഓരോ ബോഡിയിലും നോക്കി അപാരമായ മനസ്സാണ്. അതൊക്കെ നമ്മളിങ്ങനെ ഓർക്കുകയായിരുന്നു സത്യം പറയാൻ. അങ്ങനെ അത് 20-21 വയസ്സിലെ പുന്നപ്രയിൽ നിന്ന് കിട്ടിയ ഒരു പോരാട്ട വീര്യമാണ്. അതെ തീർച്ചയായിട്ടും. അത് തന്നെയാണ് കാര്യം. പുന്നപ്രയിൽ നിന്ന് മലയാളിൽ നിന്ന് കിട്ടിയ ആ പോരാട്ട വീര്യം. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക്, ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് സജീവമായി ഇടപെടുക. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് തൻ്റെ പ്രശ്നം. കഴിഞ്ഞ 85-86 വർഷത്തോളം ജനങ്ങൾക്കിടയിൽ മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് നിരവധി പേർ പാർട്ടിയിലേക്ക് ആകർഷകരായി ഇറങ്ങി വരാൻ കാരണക്കാരനായ ഒരു നേതാവ്, കമ്മ്യൂണിസം എന്താണെന്ന് പഠിപ്പിച്ച നേതാവ്, ആദർശങ്ങളിൽ ഉറച്ചു ജീവിച്ച നേതാവ്. അത് അധികാര മോഹം മറ്റു പലരെയും പോലെ VSനും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. അതിനൊക്കെ മേലെ ജനകീയത, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിനെ ഉന്മൂലനം ചെയ്യുക എന്നതിൽ ഉറച്ചു നിന്ന ആശയങ്ങളുടെ ഒരു സംരക്ഷകനായിരുന്നു അദ്ദേഹം.